ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി നിലവിൽ വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് ARM. ടോവിനോ തോമസ് വ്യത്യസ്തമായ 3 വേഷങ്ങളിലെത്തി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ ചിത്രം തിയേറ്ററിലെത്തി എല്ലാ ദിവസവും, അതായത് 17 ദിവസവും കേരള കളക്ഷനായി 1 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 17ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 2 കോടി 4 ലക്ഷം രൂപയായിരുന്നു. 18ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ഈ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്നും നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ആദ്യ 17 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 48 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ടോവിനോ തോമസിന്റെ കരിയറിലെ തന്നെ സോളോ റിലീസായി തിയേറ്ററിലെത്തി ആദ്യ 50 കോടി കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറുന്നതാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 17 ദിവസം കൊണ്ട് 81-82 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ 18ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ 84-85 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നതുമാണ്. ഓണം റിലീസായി തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ 17ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 1 കോടി 46 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 32 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം 17 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 60 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ചിത്രത്തിന് 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 34 കോടി രൂപയിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 62 കോടിയിലേക്കും എത്തിച്ചേരുന്നതാണ്. ജൂനിയർ NTR നായനായി കൊരട്ടല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ദേവര. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയുടെ ആദ്യ ഞായറാഴ്ച കൂടിയായ 3ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റർ പ്രകാരം 243 കോടി രൂപയാണ് ഈ ചിത്രം 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2ാം ദിവസം ചിത്രം 100 കോടി കളക്ട് ചെയ്തിട്ടില്ല എന്ന് ചുരുക്കം. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം സിനിമ 2ാം ദിവസം 71 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 62 കോടി രൂപയാണ് 2ാം ദിവസത്തെ കളക്ഷൻ. ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം 2 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 215-220 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 3ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 300 കോടി മറികടക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുള്ളത്. പ്രഭുദേവ, വേദിക, സണ്ണി ലിയോൺ എന്നിവർ പ്രധാന വേഷത്തിലെത്തി SJ സിനു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പേട്ടാറാപ്പ്. ചിത്രത്തിന് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമ 3 കോടിക്ക് താഴെ കളക്ഷൻ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ദുർബലമായ കളക്ഷനാണ് നിലവിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.